ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയാണെങ്കിൽ അനുസരിയും അലോകും തമ്മിലുള്ള സംസാരം കേട്ട് ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിപ്പോയി. വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഗോമതിക്ക്. ഒരിക്കലും അങ്ങനെ സംഭവിച്ചുകൂടാ എന്നൊരു ചിന്തയായിരുന്നു ഗോമതിയുടെ മനസ്സിൽ. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോ അലോകും അച്യുതനും രാജശ്രീയും കൂടെ സംസാരിക്കുമായിരുന്നു. പിന്നീട് അലോക് തനിക്ക് അനുസരിയെ ഇഷ്ടമാന്നുള്ള കാര്യമൊക്കെ അവരോട് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്യുതന് ദേഷ്യം വന്നു. അച്യുതൻ പറഞ്ഞു, നീ എന്താടാ പറഞ്ഞേ? ദേവമംഗലത്തെ ബാലന്റെ മോള് അനുസരിയെ നിനക്ക് ഇഷ്ടമാന്നോ? അതെ അച്ഛാ, എനിക്ക് അവളോട് പ്രണയമാന്ന് പറയണ, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാന്ന് പറയണ. ഇത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, എടാ നീ എന്ത് വർത്താനാടാ പറയണേ? അച്ഛന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു ചോദിക്കുകയാണ്. ഇത് കേട്ടിഞ്ഞപ്പോ ആലോചിച്ചു, അതിനെന്താ കുഴപ്പം? അപ്പോഴേക്കാണ് ഗോമതി എങ്ങോട്ടേക്ക് വരുന്നത്. ഗോമതി അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് അവരുടെ സംസാരം കേട്ടോണ്ട്. ഇവരെന്താ പറയണമെന്ന് അറിയണമല്ലോ, അലോക് എന്താ പറയണമെന്ന് അറിയണമല്ലോ. ഇതൊക്കെ കേട്ടിഞ്ഞപ്പോ ഗോമതിക്ക് ടെൻഷൻ. ദൈവമേ, അങ്ങനെയാണെങ്കിൽ അലോകുമായിട്ടുള്ള കല്യാണം എങ്ങാനും നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? തന്റെ ഗതികേട് തന്നെയായിരിക്കും തന്റെ മോൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതൊരിക്കലും പാടില്ല എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് അലോക് പറഞ്ഞു, അച്ഛാ അതെ, എന്തായാലും ഞാൻ അവളെ പ്രണയിച്ചു പോയെന്ന് പറയണം. ഇത് കേട്ടിഞ്ഞപ്പത്തേനും ദേഷ്യം വന്നു അച്യുതന്. അച്യുതൻ പറഞ്ഞു, എന്ത് ധൈര്യത്തിലാടാ നീ ഇങ്ങനെ പറയണേ? കുറെ നാള് മുമ്പ് ആ ഗോമതി ഒരു പണി തന്നിട്ട് പോയി, അതിന്റെ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ലെന്ന് പറയണം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അലോകെ, ഒരു കാരണവശാലും ഞാൻ ഇതിന് ജീവിച്ചിരിക്കുന്നുണ്ടായി സമ്മതിക്കില്ല. നിന്റെ ഭാര്യയായി ആ അനുശ്രീയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ഞങ്ങൾ ആരും സമ്മതിക്കില്ല. നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പെണ്ണ് ഒരിക്കലും ഉണ്ടാകത്തില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അലോക് പറഞ്ഞു, ഭാര്യയാക്കണം എന്ന് എന്താ അച്ഛാ നിർബന്ധം എന്ന് ചോദിക്കുക. എന്താടാ നീ പറഞ്ഞേ എന്ന് അച്യുതൻ ചോദിക്കണം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അതെ, ഭാര്യയെ വേണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അതിന് ഭാര്യയാക്കണം എന്ന് ആര് പറഞ്ഞു? ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാന്നല്ലേ പറഞ്ഞുള്ളൂ. ഇതൊക്കെ കേട്ടോണ്ട് ഗോമതി ഞെട്ടി നിൽക്കുവാണ്. അപ്പോഴേക്കും അലോക് പറഞ്ഞു, എന്റെ അച്ഛാ, ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയോ? തന്തയില്ലാത്തൊരു കുഞ്ഞിനെ അനുസരി പ്രസവിക്കൂന്ന് പറയണേ. എന്താടാ നീ പറഞ്ഞേ? അതെ അച്ഛാ, അല്ലാതെ അവളോട് എനിക്ക് മുടിഞ്ഞ പ്രേമം ഉണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ ചില ലക്ഷ്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം. എന്താന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും വല്യച്ഛനും ഒക്കെ നാണം കെട്ട് കുറെ കാലം നിന്നില്ലേ, അപ്പൊ അതിന് പ്രതികാരം ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അലോക് ഒരു പണി കൊടുക്കാൻ പോവും അവൾക്കിട്ട്. തന്തയില്ലാത്ത കുഞ്ഞിനെ അവള് പ്രസവിക്കും. അങ്ങനെയാണ് ഞാൻ പ്രതികാരം ചെയ്യാൻ പോണേന്ന് പറയണം. അത് കേട്ടപ്പോൾ അച്യുതനും രാജശ്രീക്കൊക്കെ ഭയങ്കര സന്തോഷം. രാജശ്രീ അവരൊരു സ്ത്രീയാന്ന് പോലും ചിന്തിക്കുന്നില്ല. എന്നിട്ട് പറയാം, അത് കൊള്ളാടാ മോനെ, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാന്ന് പറയണം. അച്യുതൻ പറഞ്ഞു, നീ ഇത്രയ്ക്ക് ബുദ്ധിമാനാന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാ. പിന്നെ അച്ഛൻ എന്താ വിചാരിച്ചേ? എനിക്ക് അവളോട് മുടിഞ്ഞ പ്രേമമാണോ? എൻ്റെ അച്ഛ, കാര്യം കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് കൈ ഒഴിയും. അങ്ങനെയാണ് ഗോമതി സ്റ്റോഴ്സ് ബാലനിട്ട് പണി കൊടുക്കാൻ പോകുന്നത്. ദേവമംഗലത്തെ ബാലൻ അങ്ങനെ തകർന്നു പോവച്ചാന്ന് പറയണം. ഇത് കേട്ടോണ്ടിരുന്ന ഗോമതിയുടെ നെഞ്ചു വിങ്ങി. എൻ്റെ ഭഗവാനെ, ഇങ്ങനെയൊക്കെയാണോ? എങ്ങനെയെങ്കിലും അനുസരിയെ രക്ഷിച്ചേ മതിയാവുള്ളൂ. ദൈവമേ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നി ഗോമതിക്ക്. ഗോമതി ഇങ്ങനെ തല ഇറങ്ങി ഇങ്ങനെ അങ്ങ് വീഴാൻ പോകുന്ന സമയത്താണ് രാജശ്രീ പെട്ടെന്ന് ആ കാഴ്ച കാണുന്നത്. ഗോമതി തല ഇറങ്ങി വീഴാൻ തുടങ്ങുന്നത്. പെട്ടെന്ന് രാജശ്രീ പറഞ്ഞു, അച്യുതേട്ടാ നോക്കാൻ പറയണം. അപ്പോഴേക്കും അലോകും അച്യുതനും രാജശ്രീയും കൂടെ ഓടിച്ചെന്നു. അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് ഗോമതിയെ പിടിച്ച് ഇങ്ങനെ താഴെ വീഴാതെ പിടിക്കുകയാണ്. ഈ സമയത്ത് ബാലന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. മുറ്റത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമംഗലത്തു നിന്ന് ഒച്ചപ്പാടും വെള്ളമെല്ലാം കിട്ടും. അനന്തേട്ടാ ഓടി വാ, ഇതേ ഗോമതി ബോധം കെട്ടുപോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലറി വിളിക്കുന്നു കേട്ടു. ഗോമതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയൊക്കെയോട് ബാലൻ നിൽക്കുന്ന സമയത്ത് അനന്തരും അച്യുതനും ഒക്കെ ചേർന്ന് താങ്ങി പിടിച്ച് ഗോമതി അങ്ങോട്ട് കൊണ്ടിരുന്നുണ്ടു. വണ്ടിക്കകത്തേക്ക് കയറ്റുന്നുണ്ട്. പിന്നീട് രാജശ്രീയോട് അച്യുതൻ പറഞ്ഞു, പെട്ടെന്ന് കാറിലേക്ക് കയറാൻ പറയണം. അങ്ങനെ രാജശ്രീ കാറിനകത്തേക്ക് കയറി. കാർ അങ്ങോട്ട് പാഞ്ഞുപോയി. ഒന്നും മനസ്സിലായില്ല ബാലന്. അപ്പോഴേക്കും ആ പുറകെ അലോക് ബൈക്കുമായിട്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ബാലന് ഓടിച്ചെല്ലുവാണ്. ബാലന് ഓടിച്ചെന്ന് ചോദിച്ചു, എടാ മോനെ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അങ്ങോട്ട് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പറഞ്ഞു, വേണ്ട വേണ്ട, കൃഷ്ണമംഗലത്തിന് മുറ്റത്ത് കാലെടുത്ത് വെച്ചാൽ നിങ്ങളുടെ കാല് ഞാൻ വെട്ടു എന്ന് പറയണം. എടാ മോനെ, എൻ്റെ ഗോമതിക്ക് എന്താ പറ്റിയത്? എനിക്കറിയണം. അവൾക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം. ഗോമതിക്ക് സംഭവിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് അപ്പച്ചി ഈ പഴുവാക്കിയത്. എടാ എന്താ പറ്റിയെന്ന് പറ, നിങ്ങളോട് പറയാൻ എനിക്ക് മനസ്സില്ലാന്ന് പറയണം. അപ്പോഴേക്കും അകത്തുനിന്ന് ഇന്ദിരാമ്മയും നന്ദിതയും കൂടെ ഇറങ്ങി വരുവാണ്. അതെ ഇന്ദിരാമ്മ, അമ്മയെങ്കിലും ഒന്ന് പറയാൻ പറയണം. അത് പിന്നെ എടാ മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ്മ ബാലിന്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേനും അലോക് പറഞ്ഞ് കയറിപ്പോയിക്കോണെന്ന് പറയണം. ഇയാളെപ്പോലുള്ള ഒരുത്തനോടൊന്നും അതിന്റെ കാരണം സഹിതം വിസ്തീകരിക്കേണ്ട കാര്യമൊന്നും ഇവിടെ ആർക്കുമില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഇയാളെപ്പോലുള്ള ഒരുത്തരം കാരണം അപ്പച്ചിക്ക് ഇപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. ഒറ്റ ഒരാൾ ഇവിടുന്ന് സംസാരിച്ച് പോയേക്കില്ല എന്ന് പറയണം.
അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവരങ്ങോട്ട് കയറിപ്പോയി. അവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. പിന്നീട് അലോ അങ്ങോട്ട് ബാലിനെ നോക്കി ഒന്ന് പുച്ഛിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാണ്, ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഈ സമയത്ത് ബാലിന് ടെൻഷനായി. ബാലൻ പെട്ടെന്ന് ആനന്ദിനെ ധർമ്മനെയൊക്കെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ധർമ്മനും ആനന്ദും കൂടെ വരുവാണ്. അങ്ങനെ അവരെ കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലിന് ആകെപ്പാട് ടെൻഷൻ അടിച്ച് ഇരിക്കുന്നുണ്ട്. അവർ വന്നിട്ട് ചോദിച്ചു, എന്താ അച്ഛാ, എന്താ കാര്യം എന്താന്ന് കാര്യം എന്താന്ന് ആനന്ദി ചോദിക്കുകയാണ്. ധർമ്മം പറഞ്ഞു, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, അളിയൻ്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. അത് പിന്നെ ഒരു പ്രശ്നമുണ്ട്, എന്താ, ഗോമതിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഗോമതി എന്തോ ബോധം കിട്ടുപോയി, ഗോമതിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയാണ്. ഹോസ്പിറ്റലിലേക്കോ? അതെ, ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. എന്താ ഏതാ ഇങ്ങനെയൊന്നും അറിയത്തില്ലെന്ന് പറയാണ്. എടാ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം. അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അളിയൻ ഇവിടെ നിൽക്കുക, ഞങ്ങൾ പോയി അന്വേഷിക്കാന്ന് പറയണം. എടാ ഞാനും കൂടെ വരാം. വേണ്ട, അളിയൻ ഇപ്പം ഈ അവസ്ഥ വന്നാൽ ശരിയാകത്തില്ല, ഞങ്ങൾ പോട്ടെ എന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, അവര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോവാണ്. ബാലിന് വല്ലാത്ത ടെൻഷൻ. ബാലിന് അവിടെ നിന്ന് കരയുവാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ ഗോമതിക്ക് ഒരു ആപത്തും വരില്ല എന്ന് പറഞ്ഞൊരു ഭയങ്കര കരച്ചിൽ അവിടെ വന്നിട്ട്. പിന്നീട് ഹോസ്പിറ്റലിൽ അച്യുതൻ്റെ അടുത്തേക്ക് അലോക് ചെല്ലുവാണ്. അപ്പോഴേക്കും രാജശ്രീയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അവർ മൂന്നുപേരും കൂടെ പുറത്ത് മാറി എന്തെങ്കിലും സംസാരിക്കുകയാണ്. ആ സമയം അലോക് ചോദിച്ചു, അല്ല ഡോക്ടർ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, ECG വേരിയേഷൻ ഉണ്ടെന്നാ പറഞ്ഞു. ആണോ? അങ്ങനെയാണെങ്കിൽ അപ്പച്ചിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അത് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറയാം. പെട്ടെന്ന് രാജശ്രീ ചോദിച്ചു, സ്ട്രോക്കോ? അതെന്താ? അല്ല അത് പിന്നെ എടി, നമ്മൾ സ്ട്രോക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ആ മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുത്തതെന്ന് ചോദിക്കുകയാണ്. ഓ ശരിയാ, എന്നാലും ഞാൻ ഇത്ര പെട്ടെന്ന് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ലെന്ന് പറയണം. അപ്പോഴേക്കും അലോക് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മെഡിസിൻ കൊടുത്തേ, ആ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം ആദ്യം ഗുളിക കഴിച്ചു കഴിയുമ്പം തന്നെ ചിലപ്പോൾ സിംറ്റംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു, ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായതായിരിക്കും അപ്പച്ചിക്കെന്ന് അലോക് പറയണം. ഈ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദേവമംഗലത്തുള്ള ആരും ഇങ്ങോട്ടേക്ക് വരാൻ നോക്കണം. അല്ല നീ എന്താ ഇത്ര താമസിച്ചെന്ന് ചോദിക്കാം. വരാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ആ ബാലം വന്ന് ഇടയ്ക്കിലേക്ക് കയറിയെന്ന് പറയാം. എടാ അങ്ങനെയാണ്, സൂക്ഷിക്കണമെന്നൊക്കെ പറയാണ്. നമ്മൾ സൂക്ഷിച്ചും കണ്ട് നിൽക്കുന്ന പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഏട്ടനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടാം, ഏട്ടൻ ഇവിടെ ഉണ്ടാ ശരിയാകത്തില്ല എന്ന് പറയണം. എന്തേലും കാര്യം പറഞ്ഞ് ഞാൻ ഏട്ടനെ ഇവിടെ നിന്ന് ഒഴിവാക്കട്ടെ. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം ഡോക്ടർ എന്തെങ്കിലും ചോദിച്ചാൽ ആ ഗുളിയെക്കുറിച്ചൊക്കെ ചിലപ്പം പറഞ്ഞെന്നിരിക്കും ഏട്ടൻ, അത് ആപത്താന്ന് പറയണം. ശരിയെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യുകയാണ്, അച്യുതൻ അങ്ങോട്ടേക്ക് പോവാണ്, കൂടെ രാജശ്രീ. പിന്നീട് അലോ അങ്ങോട്ടേക്ക് വരണ സമയത്താണ് ആനന്ദും ധർമ്മനും കൂടെ ആകെപ്പാടെ വെപ്രാളപ്പെട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി കയറി വരുന്നത്. അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അലോക് അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് ധർമ്മനും ആനന്ദും കൂടെ അങ്ങോട്ട് ചെന്നു. ആനന്ദ് ചോദിച്ചു, എടാ എന്താടാ, എൻ്റെ അമ്മയ്ക്ക് എന്താടാ പറ്റിയത്, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിക്കും. ഞങ്ങളാരാ നിനക്ക് അറിയത്തില്ലല്ലേ എന്ന് ധർമ്മൻ ചോദിക്കുകയാണ്. ഇളയച്ചൻ ഇതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറയാണ്. ആനന്ദ് പറഞ്ഞു, എടാ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, എല്ലാരും കൂടെ കൂടിയിട്ട് അപ്പച്ചിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചല്ലേന്ന് ചോദിക്കും. എന്താടാ നീ പറഞ്ഞേ? അതെ, നിങ്ങളെല്ലാരും കാരണമാ. എടാ ഞാന് എൻ്റെ അമ്മയുടെ മോനാണ്, നിനക്കത് അറിയില്ലെന്ന് ചോദിക്കാം. അപ്പച്ചിയുടെ മോനായിരിക്കും, പക്ഷെ നീയൊക്കെ കാരണമാടാ അപ്പച്ചിക്ക് ഇപ്പം ഈ അവസ്ഥ ഉണ്ടായിരിക്കുന്നേ. അപ്പച്ചി തല ഇറങ്ങി വീണു. ഡോക്ടർ എന്താ പറഞ്ഞാന്നറിയോ, സ്ട്രെസ് കൂടിയിട്ടാന്ന്. ഞങ്ങളോട് ചോദിച്ചാൽ എന്താണെന്നറിയോ, ഇതിന് മാത്രം സ്ട്രെസ് എന്താന്ന് വീട്ടില് എന്ത് ഉത്തരം പറയാനായിട്ടാ. എല്ലാത്തിനും കാരണക്കാരൻ നീയൊക്കെയാ, എൻ്റെ അപ്പച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചുണ്ടല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ആനന്ദ് പറഞ്ഞു, എടാ നീ കൂടുതൽ കളിക്കണ്ട, എനിക്ക് എൻ്റെ അമ്മയെ കാണണമെന്ന് പറയണം. അമ്മയെ കാണാനോ? അപ്പച്ചൻ ഇപ്പൊ കാണാൻ സമ്മതിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പത്തിനും ധർമ്മം പറഞ്ഞു, എടാ നീ പ്രശ്നം ഉണ്ടാക്കല്ലേ, ആനന്ദ് കയറി കാണട്ടെ എന്ന് പറയണം. കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ആനന്ദിന് ദേഷ്യമായി. ആനന്ദ് പറഞ്ഞു, ഞാൻ കാണുമെന്ന് പറയണം. ഇപ്പൊ ആരെ എന്താളും കയറ്റി കാണിക്കത്തൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞെന്താണെന്നറിയോ, ആരെയും കയറ്റി കാണിക്കാനൊന്നും പറ്റില്ലെന്നാ പറഞ്ഞേ. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞേ. ഇനിയിപ്പോൾ സംശയമുണ്ട് ഡോക്ടറോട് ചോദിക്കാൻ പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ആനന്ദ് പറഞ്ഞു, കാണിച്ചു തരാടാന്നൊക്കെ പറഞ്ഞ് ധർമ്മനെ കൂട്ടി അങ്ങോട്ട് പോവാണ്. പിന്നീട് റിസപ്ഷനിൽ ചെന്നിട്ട് കോമതിയുടെ മകനാണ്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം എന്നൊക്കെ പറയണം. ഡോക്ടറോട് ചോദിക്കട്ടെ എന്ന് പറയണം റിസപ്ഷനിൽ ഇരുന്ന പെൺകുട്ടി. പിന്നെ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർക്ക് തിരക്കിലും കാര്യങ്ങളൊക്കെയാ. അതെ, ഡോക്ടർ കുറച്ച് തിരക്കിലാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ആനന്ദിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. ധർമ്മനെ ആശ്വസിപ്പിച്ചു, സാരമില്ല വെയിറ്റ് ചെയ്ത് നിൽക്കുക ആനന്ദ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ സമാധാനിപ്പിക്കുവാണ്. പിന്നീട് അലോക് നേരെ അച്യുതൻ്റെ അടുത്തേക്ക് വരുവാണ്. ഈ സമയത്ത് അച്യുതനോട് അലോക് പറഞ്ഞു, അവര് വന്നിട്ടുണ്ട്, ആനന്ദും ധർമ്മനും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയാം. എന്നിട്ട് എന്താവാനായിട്ടാ, ഞാൻ അപ്പച്ചയെ കയറി കാണാൻ സമ്മതിച്ചില്ലെന്ന് പറയാം. എടാ അപ്പൊ അവര് നേരെ ഡോക്ടറെ അടുത്തേക്ക് പോയില്ലേ? ഞാൻ പറഞ്ഞു ഡോക്ടറാ പറഞ്ഞെന്ന് പറഞ്ഞു. സംശയമുണ്ടോ ഡോക്ടറോട് ചോദിക്കാൻ പറഞ്ഞു. എടാ അങ്ങനെ പോയാൽ പ്രശ്നമാവില്ലേ, ഡോക്ടർ കണ്ടോളാൻ പറഞ്ഞാലോ, കോമതി എന്തേലും വിളിച്ചു പറയോ?
അങ്ങനെയൊന്നും ഇല്ലാന്നേ, ഡോക്ടർ കാണാനൊന്നും പറയില്ല. കാരണം ഇപ്പൊ വിസിറ്റേഴ്സിനൊന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഇച്ചിരി ക്രിട്ടിക്കലായിട്ടുള്ള കണ്ടീഷനല്ലേ അപ്പച്ചിക്ക്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്പച്ചിക്ക് ചിലപ്പോൾ സ്ട്രോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഡോക്ടറെ കണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, സ്ട്രോക്ക് ഉണ്ടാവുന്നോ? അതെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടീഷനാണ് വല്ല സ്ട്രോക്കും വരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ 2-3 മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല, സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയണം. അത് കേട്ട് ഇനിയിപ്പോൾ അച്ഛനും പറയും, ആ അങ്ങനെയാണെ കൊള്ളാം. അങ്ങനെ സ്ട്രോക്ക് വരുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം കാര്യങ്ങൾ നടത്തണം. അറിയാലോ, എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണമെന്ന് പറയാം. അല്ലോ പറഞ്ഞു, അത് ശരിയാണെന്ന് പറയണം. അല്ലടാ, പിന്നെ ഒരു കാര്യമുണ്ട്. ഡോക്ടർക്ക് അറിയാലോ സ്ട്രോക്ക് വരാൻ പോകുന്ന. അങ്ങനെയാണെങ്കിൽ സ്ട്രോക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ മെഡിസിൻ കൊടുക്കില്ലെന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പം അലോ പറഞ്ഞു, കൊടുക്കും. എടാ അങ്ങനെയാണെങ്കിൽ ഗോമതി രക്ഷപ്പെടില്ലേ? രക്ഷപ്പെടില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അച്യുതന് അലോകിനെ ഇങ്ങനെ നോക്കുവാണ്. അതെന്താണ് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.